ഒന്ന് ഇടപെടുകയാണ്. അതിരപ്പള്ളിയിലെ ആനയുടെ വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. മയക്ക് വെടി വെച്ചു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ആനയെ മയക്ക് വെടിവെച്ച സാഹചര്യത്തിൽ അവിടുത്തെ അടിയന്തരാവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആനന്ദിനോട് ചോദിക്കാം. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ആനയെ മയക്ക് വെടി വെച്ചിരിക്കുന്നു, എന്താണ് വിലയിരുത്തൽ? വീണ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നതാണ് മയക്കുവെടി വെച്ച ആനയ്ക്ക് മയക്കുവെടി വെച്ചിരുന്നു. ഒരു റൗണ്ട് ആനയെ മയക്കുവെടി വെച്ചിട്ടുണ്ട്. ആനയുടെ കൂടെ മറ്റൊരു കാട്ടാനയും ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നതാണ് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വിഷ്വലുകളാണ്. മയക്കുവെടി വെച്ച ആന ഇതാ തുമ്പിക്കൈ ഉയർത്തിക്കൊണ്ട് ആ മുറിവിൽ തലോടുന്ന കാഴ്ച. തൊട്ടടുത്തുള്ള ആന തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ട് ആനയെ തലോടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മയക്കുവെടി വെച്ച ആന അതിരപ്പള്ളി 17-ാം ബ്ലോക്കിൽ നിന്ന് ഇപ്പോൾ ഈ കാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഏതാണ്ട് ചെക്ക് പോസ്റ്റിന്റെ അടുത്താണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. കുങ്കിയാനകളും ഏതാണ്ട് സമീപത്തേക്ക് അല്പസമയത്തിനകം തന്നെ എത്തും. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കമുണ്ട്. ഒരു റൗണ്ട് ആനയെ മയക്കുവെടി വെച്ചിട്ടുണ്ട്. വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്തുള്ള കുങ്കിയാന ആനയെ ഏതാണ്ട് ദൗത്യത്തിന്റെ ആരംഭിക്കുന്നു. തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ട് ആ ആന, അതായത് കുങ്കിയാന, ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ തള്ളി നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സമീപത്തുണ്ട്. എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ആനയെ ഈ മറ്റ് കുങ്കിയാനകളുടെ അടക്കം സഹായത്തോടു കൂടി തന്നെ ലോറിയിൽ കയറ്റിക്കൊണ്ട് ഈ കോടനാടുള്ള ഈ ആരണ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം അല്പസമയത്തിനകം തന്നെ ആ കാര്യം നടക്കും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ഈ ആനയെ വളഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യങ്ങളാണ്, ആനയുടെ നേരിട്ടുള്ള ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 5 മിനിറ്റ് മുമ്പാണ് ഇത്തരത്തിൽ ആനയെ മയക്കുവെടി വെച്ചത്. മയക്കുവെടി വെച്ച് ഏതാണ്ട് ഒരു അരമണിക്കൂറിനകം തന്നെ ആന കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണത്തിലാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു കുങ്കിയാന ആനയുടെ തൊട്ടടുത്തുണ്ട്. അരുൺ സക്രി അടങ്ങുന്ന സംഘമുണ്ട്, RRT സംഘങ്ങളുണ്ട്, വനംവകുപ്പ് സംഘങ്ങളുണ്ട്. എല്ലാവരും ആനയെ ഏതാണ്ട് വളഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ഇന്നത്തോടു കൂടി തന്നെ ഈ ദൗത്യം, അതായത് ഈ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക്, ആനയെ ചികിത്സ നൽകുന്ന ഘട്ടത്തിലേക്ക് ആരംഭിക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഈ ചെക്ക് പോസ്റ്റിലൂടെ. പക്ഷേ വാഹനങ്ങളെല്ലാം പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം വളരെ പെട്ടെന്ന് തന്നെ മാറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ആൾ സാന്നിധ്യം, നാട്ടുകാരെല്ലാം ഈ പ്രദേശത്ത് നിന്ന് മാറ്റുന്നുണ്ട്. ഇത് കാണാനെത്തിയ ആളുകളെ മാറ്റുന്നുണ്ട്. കാരണം യാതൊരു കാരണവശാലും ആനയുടെ ശ്രദ്ധ തിരിയുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടലുകളും ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വനംവകുപ്പ് നടത്തുന്നുണ്ട്. RRT സംഘങ്ങൾ കൃത്യമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ഏതാണ്ട് 400 മീറ്ററോളം അകലെയാണ് ഈ ആനയുള്ളത്. ക്യാമറ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കരുതെന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്തായാലും ഈ ആനയെ ഏതാണ്ട് വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കുങ്കിയാനയെ ഉപയോഗിച്ചുകൊണ്ട് ആനയെ അല്പസമയത്തിനകം തന്നെ ഈ വാഹനത്തിൽ കയറ്റും. പക്ഷേ സമയമെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു കുങ്കിയാന മാത്രമാണുള്ളത്. ബാക്കിയുള്ള കുങ്കിയാനകളും സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് മുമ്പാണ്, ഏതാണ്ട് 10 മിനിറ്റ് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആനയെ മയക്കുവെടി വെച്ചിട്ടുള്ളത്. ഒരു റൗണ്ട് മയക്കുവെടി വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ആനയുടെ മൂവ്മെന്റുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. RRT സംഘങ്ങളും അരുൺ സക്രി അടക്കമുള്ള സംഘങ്ങളും ഏതാണ്ട് ആനയിൽ നിന്ന് ഏതാണ്ട് 200 മീറ്ററോളം തൊട്ടപ്പുറത്തുണ്ട്. ആനയെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുങ്കിയാന മസ്തകത്തിൽ പരിക്കേറ്റ ആനയോടൊപ്പം ചേർന്ന് തന്നെ നിൽക്കുകയാണ്. ഇനി വാഹനത്തിനുള്ളിലേക്ക് കയറ്റുക എന്നുള്ള ദൗത്യമാണ്. ആനയുടെ ചെവി ആടുന്നത് പോലും മെല്ലെ ആയിട്ടുണ്ട്. മയക്കത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇനി എങ്ങനെയായിരിക്കും ആനന്ദ് വാഹനത്തിനുള്ളിലേക്ക് കയറ്റുക? കാരണം ആ ഭാഗത്തേക്ക് വാഹനം എത്തിക്കുകയാണോ, അതോ ആനയെ കുറച്ചുകൂടി കുങ്കിയാനകളുടെ സഹായത്തോടെ മുന്നിലേക്ക് നിൽക്കുകയാണോ? എങ്ങനെയാണ് ദൗത്യസംഘം ഇപ്പോൾ നിലവിൽ ചിന്തിക്കുന്നത്? ഏതു രീതിയിലായിരിക്കും ഇനി തുടർ നടപടികളെന്നാണ് നമുക്ക് കരുതേണ്ടത്? അതായത് ഈ വാഹനം കടന്നു പോകുന്ന വഴി തന്നെയാണ്, ഈ റോഡിലൂടെ തന്നെ, റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം അകലെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിലും അതിനു സമാനമായിട്ടുള്ള, ഈ കോടനാടിന് സമാനമായിട്ടുള്ള ഒരു കൂട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി അല്പസമയം, ഏതാണ്ട് മിനിറ്റുകൾ കഴിഞ്ഞാൽ തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന വളരെ കൗതുകമുണർത്തുന്ന കാഴ്ച കൂടിയാണ്. കുങ്കിയാന ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 കുങ്കിയാനകളുണ്ട്. മറ്റ് കുങ്കിയാനകളുടെ സഹായവും ഉടനടി തന്നെ അല്പസമയത്തിനകം തന്നെ തേടുമെന്നാണ് നമുക്കറിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റോഡിൽ ശബ്ദം കുറയ്ക്കാനാണ് വനംവകുപ്പിന്റെ ഒരു നിർദ്ദേശമുള്ളത്. ആനയെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ കൂടുതൽ കുങ്കിയാനകളെ ഈ പ്രദേശത്തേക്ക് എത്തിക്കും. ഏതാണ്ട് 200 മീറ്റർ മാത്രം, റോഡിൽ നിന്ന് 200 മീറ്റർ മാത്രം അകലെയാണ് ഈ ആന ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വാഹനം, ഈ ആനയെ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് കയറ്റാനുള്ള വാഹനം അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും.
തുടർന്നായിരിക്കും ഈ ആനയെ ഈ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് കോടനാടുള്ള ആരണ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുക. എന്തായാലും ആ ദൗത്യം വളരെ പെട്ടെന്ന് തന്നെ ആദ്യഘട്ടം വിജയിച്ചിരിക്കുന്നു. ആനയെ ലൊക്കേറ്റ് ചെയ്തു. ഏതാണ്ട് 6:45 കൂടി തന്നെയാണ് ആനയെ ലൊക്കേറ്റ് ചെയ്തത്. തുടർന്ന് ആദ്യഘട്ട മയക്കുവെടി, ആദ്യ റൗണ്ട് മയക്കുവെടി വെക്കുന്നു. ആന ഏതാണ്ട് വരുതിയിലായി കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആന ഏതാണ്ട് ഒരു മയങ്ങിയ അവസ്ഥയിലാണുള്ളത്. കുങ്കിയാന ആനയെ മറ്റേ ആനയെ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പരമാവധി ഈ ഈ ഈ റോഡിന്റെ വശങ്ങളിലേക്ക് തള്ളി നീക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് സമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാരണം ആന പൂർണ്ണമായും ഈ മയക്കത്തിലേക്ക്, പൂർണ്ണമായും മയക്കം എന്ന് പറയുമ്പോൾ ഒരു ഭാഗികമായിട്ടുള്ള അർദ്ധമയക്കത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറേ മാസങ്ങളായിക്കൊണ്ട് തന്നെ ഈ ആന ഈ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു വേദന കൂടിയായിരുന്നു. കാരണം മസ്തകത്തിൽ മുറിവേറ്റുകൊണ്ട് ചെളിയും മണ്ണും വാരി മസ്തകത്തിലേക്ക് എറിഞ്ഞു നടക്കുന്ന ആനയുടെ ദൃശ്യങ്ങൾ നാട്ടുകാരുടെയും മാത്രമല്ല മലയാളികളുടെ എല്ലാം വളരെ ഒരു വേദന തന്നെയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ചികിത്സ നൽകി കാട്ടിലേക്ക് തന്നെ തിരിച്ചുവിട്ടെങ്കിലും പക്ഷേ അത് പൂർണ്ണമായും ഫലം കണ്ടിരുന്നില്ല. അദ്ദേഹം അന്ന് അരുൺ സക്രിയ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും തീർച്ചയായിട്ടും ആനയെ തള്ളിയിട്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ കുങ്കിയാന തള്ളിയോടുകൂടി ആന ഇപ്പോൾ നിലത്ത് വീണിരിക്കുന്നു. ആനയെ തള്ളിയിരിക്കുകയാണ്. ആനന്ദ്, മറ്റേ ആനയെ മാറ്റുന്നുള്ള ശ്രമമാണ്. ആനയുടെ കൂടെയുള്ള അതെ ആനന്ദ്, ഇപ്പോൾ മയക്കുവെടി ഏറ്റ ആന നിലത്തേക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ദൃശ്യങ്ങൾ കണ്ടത് ഏഴാറ്റുമുഖം. തീർച്ചയായിട്ടും ഇപ്പോൾ സംഭവിച്ച കാര്യം വേറൊരു ആന, ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ഒരു ആന തീർച്ചയായിട്ടും അതായത് ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ഒരു ആന തീർച്ചയായിട്ടും അതായത് ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ഒരു ആന വന്ന് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ തട്ടിയിട്ടിരിക്കുകയാണ്, മറച്ചിട്ടിരിക്കുകയാണ്. ആ ആനയെ ഓടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ മയക്കുവെടി വെച്ചിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന പെട്ടെന്ന് വരികയും ഈ ആനയെ തള്ളിയിടുകയും ചെയ്തു. വളരെ സങ്കടമായിട്ടുള്ള കാഴ്ച. ആന ഏതാണ്ട് ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ഏതാണ്ട് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആനയെ കാട് കയറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മസ്തകത്തിൽ മുറിവേറ്റ ആന വീണിരിക്കുന്നു. ആ ആനയെ ഓടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ വെടി വെച്ചിട്ടുള്ളത്. വളരെ ഭീതിജനകമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ഈ മസ്തകത്തിൽ അനന്ത ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. നമ്മൾ ഈ മസ്തകത്തിൽ പരുക്കേറ്റ ആനയെ മയക്കുവെടി വെച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങളിലേക്ക് കടന്നപ്പോൾ ആനയോട് ചേർന്ന് നമ്മൾ കാണുന്നത് ഏഴാറ്റുമുഖത്തിനെ തന്നെയാണല്ലേ? അപ്പോഴും കുങ്കിയാനകൾ ഇവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഏഴാറ്റുമുഖം തുടർന്ന് മറച്ചിട്ടതിന് ശേഷം, മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ തള്ളിയിട്ടതിന് ശേഷമാണ് വനപാലകർ വെടിയുതിർക്കുകയും ഇവനെ അവിടെ നിന്നും മാറ്റുന്നതിന് വേണ്ടി, ഏഴാറ്റുമുഖത്തിനെ അവിടെ ആ സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയതും അല്ലെ? ഈ കാട്ടാന എങ്ങനെയാണ് മസ്തകത്തിൽ പരിക്കേറ്റ ആനയുടെ സമീപത്തേക്ക് എത്തിച്ചേർന്നത്? അതായത് നേരത്തെ കുങ്കിയാനകൾ തൊട്ട് സമീപം തന്നെ നിലയുറപ്പിച്ചിരുന്നു. പക്ഷേ ആ സമയത്താണ് ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ഈ കാട്ടാന ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയോടൊപ്പം തന്നെ നിലയുറപ്പിച്ചിരുന്നത്. ഈ ആനയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വനംവകുപ്പ് അല്പസമയം മുമ്പ് വെടിപൊട്ടിച്ചത്. കാരണം കുങ്കിയാനകൾ ഇപ്പോഴും പരിസരത്തൊന്നും കുങ്കിയാനകൾക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഈ കാട്ടാന കൂടെയുള്ളത് കൊണ്ട് തന്നെ ഏതാണ്ട് അരമണിക്കൂറോളം തന്നെ ഈ മയക്കുവെടി വെക്കുന്ന സമയത്തും ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന ഈ മസ്തകത്തിൽ വെടിയേറ്റ ആനയുടെ സമീപം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടത് ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന ഈ ആനയെ കുത്തി മറച്ച് ഇടുന്നതാണ്. ആന ഇപ്പോൾ വീണ് കിടക്കുകയാണ്. ആ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഈ സംഘം ആനയെ പരിശോധിക്കുന്ന ഈ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ കുങ്കിയാനകൾ സമീപത്ത് നിലയുറപ്പിച്ചിരുന്നെങ്കിലും പക്ഷേ അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാട്ടാനയായിട്ടുള്ള ഈ ഏഴാറ്റുമുഖം ഗണപതി ആനയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടായിരുന്നു. എന്തായാലും വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ഈ ആനയെ കുത്തി വീഴ്ത്തിയിരിക്കുന്നു. മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കുത്തി മറച്ചിട്ടിരിക്കുന്നു. ഈ ഏഴാറ്റുമുഖം ഗണപതിയെ മറികടക്കുന്ന കാട്ടിലേക്ക് എന്തായാലും വനംവകുപ്പ് ഇപ്പോൾ പായിപ്പിച്ചിട്ടുണ്ട്. നാട്ടുകാർ വന്നുകൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പ് എല്ലാ ആളുകളെയും പ്രത്യേകിച്ച് നമ്മളെ അടക്കം ഈ പ്രദേശത്ത് നിന്ന് മാറ്റാൻ ഉള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. കാരണം വളരെ അപകടകരമായിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായത് ഈ മയക്കുവെടി വെച്ചതിന് ശേഷം മസ്തകത്തിൽ പരിക്കേറ്റ ആനയോട് ചേർന്ന് നിൽക്കുന്ന കാട്ടാനയായിരുന്നല്ലോ. അപ്പോഴും ഈ കുങ്കിയാനകൾ, അതായത് വിക്രം, കുഞ്ചു, കോന്നി സുരേന്ദ്രൻ, ഈ 3 കുങ്കിയാനകളും സ്ഥലത്ത് എത്തിയിരുന്നില്ല. അപ്പോഴൊക്കെ ഇത് വനപാലകർ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. ഈ കാട്ടാന എന്തിനാണ്
ഇത്തരത്തിൽ പരിക്കേറ്റ ആനയുടെ അടുത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് അവർ നിരീക്ഷിക്കുകയായിരുന്നു. ഇത് തിരിച്ച് ഈ പരിക്കേറ്റ ആനയെ തള്ളി മറിച്ചിട്ടപ്പോൾ മാത്രമാണോ ഇവർക്ക് അവിടെ ഒരു അപകട സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലായതും വെടിയുതിർത്തുകൊണ്ട് ആനയെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതും? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. നേരത്തെ നമ്മൾ കണ്ടതിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നതാണ്. കാരണം ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആനയായിരുന്നു ഈ ആനയുടെ കൂടെ തന്നെ നിലയുറപ്പിച്ചിരുന്നത്. ഈ ആന അല്പസമയം മുമ്പ് ഈ ആനയെ, അതായത് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ തള്ളി മറച്ചിടുന്നു. ഈ വനം വകുപ്പ് പ്രതീക്ഷിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ കാട്ടാന എത്രയും പെട്ടെന്ന് തന്നെ അകത്തേക്ക്, അതായത് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ കൂടെയുള്ള മറ്റ് കാട്ടാന ഏഴാറ്റുമുഖം ഗണപതി എത്രയും പെട്ടെന്ന് തന്നെ വനത്തിലേക്ക് വലിയുമെന്നായിരുന്നു. പക്ഷേ ഈ ആനയെ മയക്കുവെടി വെച്ചോടുകൂടി തന്നെ ആന അവശനിലയാവുകയും തുടർന്ന് ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന ഈ കാട്ടാനയെ, അതായത് മസ്തകത്തിൽ മുറിവേറ്റ ഈ കാട്ടാനയെ കുത്തിയിടുകയായിരുന്നു. അതിനുശേഷമാണ് അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു അപകടം. കാരണം കൂടുതൽ ആക്രമണങ്ങളിൽ ഏറ്റുവാങ്ങാനുള്ള ഒരു സാധ്യത ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്കുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിന്റെ ഭാഗമായാണ് വനംവകുപ്പ് ഇത്തരത്തിൽ ഈ വെടിപൊട്ടിച്ചുകൊണ്ട് ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആനയെ കാട്ടിലേക്ക് തന്നെ തിരിച്ച് പായിപ്പിച്ചത്. ഇപ്പോൾ വെള്ളം, അതായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വലിയ ബോട്ടിലുകളിൽ, ക്യാനലുകളിലാക്കി വെള്ളം കൊണ്ട് കൊടുക്കുന്ന ദൃശ്യങ്ങളാണ്. അത്ര അടുത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ തന്നെ ഏതാണ്ട് 400 മീറ്ററോളം അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വളഞ്ഞിരിക്കുകയാണ്. യാതൊരു കാരണവശാലും അങ്ങോട്ട് പ്രവേശനം അനുവദിക്കില്ല. മാത്രമല്ല ഇവിടെ നിൽക്കുന്നത് പോലും റിസ്ക് ആണെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വെള്ളം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. ക്യാനുകളിലാക്കി, വലിയ ക്യാനുകളിലാക്കി മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പന് വെള്ളം നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള 25-അംഗ സംഘം, ഡോക്ടർമാരുടെ ഒരു സംഘം കൂടെയുണ്ട്. RRT സംഘങ്ങളുണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുണ്ട്, ഒപ്പം തന്നെ നാട്ടുകാരുണ്ട്. എന്തായാലും നമ്മുടെ ക്യാമറ ദൃശ്യങ്ങൾ പതിഞ്ഞത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വിഷ്വലുകളാണ്. ആന, ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന കാട്ടാന ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ മറച്ചിടുന്ന ഭീതിജനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് മയക്കുവെടി ഏറ്റ സ്ഥിതിയിലാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. ഈ കുങ്കിയാനകൾ, ഈ 3 കുങ്കിയാനകളും ഈ പ്രദേശത്തേക്ക് പോകുന്ന കാഴ്ചയാണ്. വിക്രം, കുഞ്ചു, സുരേന്ദ്രൻ, ഈ 3 കുങ്കിയാനകളും ഈ ആനയുടെ അടുത്തേക്ക് മാറുന്ന ദൃശ്യങ്ങളാണ്. 3 കുങ്കിയാനകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ദൗത്യം ഏതാണ്ട് ഓണാണ്. രാവിലെ 6 കൂടി തന്നെ ദൗത്യം ഓണായതാണ്. ആനയെ ആദ്യഘട്ടത്തിൽ ലൊക്കേറ്റ് ചെയ്യുന്നു. ഏതാണ്ട് ഒരു അരമണിക്കൂറോട് കൂടി തന്നെ ആനയെ മയക്കുവെടി വെക്കുന്നു. പക്ഷേ ഈ ആനയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കാട്ടാന മൂലം തന്നെ കുങ്കിയാനകൾ സമീപത്ത് നിലയുറപ്പിച്ചിരുന്നെങ്കിലും പക്ഷേ ഈ ആനയുടെ കൂടെയുള്ള ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ഈ കാട്ടാന ഈ സമീപത്ത് നിന്ന് മാറാത്തത് കൊണ്ട് കുങ്കിയാനകളെ തൊട്ടപ്പുറത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ വളരെ അപകടകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു. ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന മസ്തകത്തിൽ മുറിവേറ്റ ആനയെ മറച്ചിടുന്ന ഒരു കാഴ്ച. ഇപ്പോൾ ആ കുങ്കിയാനകൾ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് കുങ്കിയാനകൾ എത്തിച്ചേർന്നിരിക്കുന്നു. കുങ്കിയാനകൾ, 3 കുങ്കിയാനകൾ, വയനാട്ടിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് എത്തിച്ച 3 കുങ്കിയാനകൾ, വിക്രം, കുഞ്ചു, സുരേന്ദ്രൻ എന്നീ 3 കുങ്കിയാനകളും മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. ആന ഇപ്പോഴും, അതായത് മസ്തകത്തിൽ മുറിവേറ്റ ആന ഇപ്പോഴും നേരത്തെ ഏറ്റ ആഘാതത്തിൽ മറിഞ്ഞ് വീണിരിക്കുകയാണ്. വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അല്പസമയം മുമ്പ് പ്രേക്ഷകർ ജനം ടിവിയുടെ ക്യാമറ കണ്ണിലൂടെ കണ്ടത്. എന്തായാലും 3 കുങ്കിയാനകൾ ഈ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. ആനയ്ക്ക്, മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട്. അതെ, അത് മാത്രമല്ല വെള്ളം ദേഹത്ത് ഇടവേളകളിൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയും വേണം. കാരണം അതിൻ്റെ ശരീര താപനില നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ മയക്കുവെടി വെച്ചതിന് ശേഷം ആനയുടെ ദേഹത്തേക്ക് ഇങ്ങനെ നിരന്തരം വെള്ളം നിശ്ചിത ഇടവേളകളിൽ തളിച്ചുകൊണ്ടിരിക്കേണ്ടത് അതിൻ്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചും ആവശ്യകരമായ ഒരു വസ്തുത തന്നെയാണ്. അതോടൊപ്പം ആനന്ദ്, ഇപ്പോൾ ദൗത്യ സംഘം ഏതെങ്കിലും രീതിയിലുള്ള സൂചനകൾ നൽകുന്നുണ്ടോ? നമുക്കറിയാം മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല, വലിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതറിയാം. എന്നിരുന്നാൽ പോലും ഈ ആന നിലത്തേക്ക് വീണത് ഒരു പ്രതികൂല സാഹചര്യമാണോ? കാരണം ആനയെ എങ്ങനെയെങ്കിലും വാഹനത്തിനുള്ളിലേക്ക് കയറ്റുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അവർ നേരത്തെ മനസ്സിലാക്കിയിരുന്നത്. അതിനുള്ള സാഹചര്യം ഒരുക്കലായിരുന്നു. പക്ഷേ ഈ ഏഴാറ്റുമുഖം ഇത്തരത്തിൽ ഇതിനെ തള്ളിയിടുമെന്നും മറിച്ചിടുമെന്നും ഇത് നിലത്തേക്ക് വീണുപോയതും അവർക്കൊരു പ്രതികൂല സാഹചര്യമാണോ നിലവിൽ സൃഷ്ടിക്കുന്നത്?
തീർച്ചയായിട്ടും അത് വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ് അല്പസമയം മുമ്പ് ഇവിടെ അരങ്ങേറിയത്. ഒട്ടും വനംവകുപ്പും അതുപോലെ തന്നെ RRT ഉദ്യോഗസ്ഥരും ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലുള്ള ഒരു ആക്രമണമായിരുന്നു ഏഴാറ്റുമുഖം ഗണപതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ മറ്റൊരു ആന കാട്ടാന ഉണ്ടെങ്കിൽ കൂടി ഈ തരത്തിലേക്കുള്ള ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഒരിക്കലും ഈ ആന പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും 3 കാട്ടാനകളും, അതായത് 3 കുങ്കിയാനകളും ഇപ്പോൾ ഈ ആനയുടെ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ സമീപത്തുണ്ട്. അല്പസമയത്തിനകം തന്നെ അതുമായിട്ട് കൊണ്ട് ഈ ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. ആന ഇപ്പോഴും നിലത്ത് വീണ് കിടക്കുകയാണ്. അത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കെറ്റിലുകളിൽ വെള്ളം കൊണ്ടുവന്നുകൊണ്ട് ആനയെ വെള്ളം നൽകുകയും അതുപോലെ തന്നെ ആനയുടെ ദേഹത്ത് വെള്ളം ഒഴിക്കുകയും നിരന്തരമായി ഒഴിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആനയ്ക്ക് മയക്കുവെടിയേറ്റിട്ടുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിനും ആന വിധേയമായത് എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തെ, ഈ ഒരു അവസ്ഥയെ കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടർമാർ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവത്തെ അരുൺ സക്കറിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിദഗ്ധനാണ്. വർഷങ്ങളുടെ ഒരു പരിചയ സമ്പത്തുണ്ട് ഈ മേഖലയിലും. അതുകൊണ്ട് തന്നെ വളരെ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. നല്ലത് മാത്രം സംഭവിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷ. നല്ലത് മാത്രം സംഭവിക്കട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനകൾ, ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകളും അതുപോലെ തന്നെയാണ്. മറ്റു ആനയുടെ ജീവൻ അപകടമായിട്ടുള്ള തരത്തിലേക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഓരോ മനുഷ്യനും ഇവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ ശുഭപ്രതീക്ഷ നമുക്ക് സംഭവിക്കാം. എന്നാലും ആനയെ ഇപ്പോഴും ആനയ്ക്ക് എഴുന്നേൽക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വളരെ മോശം അവസ്ഥ ഉള്ളത് ഈ ചുറ്റുവട്ടത്തുള്ളത്. ഇപ്പോൾ ഈ 3 ആനകളും, ഈ 3 കുങ്കിയാനകളും ഇപ്പോൾ ആനയെ വളഞ്ഞിട്ടുണ്ട്. അരുൺ സക്രിയ അടങ്ങുന്ന സംഘം ആനയുടെ തൊട്ടടുത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമത്തിനായിരിക്കും ആദ്യം പരിഗണന നൽകുക. പ്രത്യേകിച്ച് ഈ കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വീണ് കിടക്കുന്ന ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് എത്തും. അതെ അനന്ത, ഇപ്പോൾ നിലവിൽ RRT സംഘവും വനപാലക സംഘവും എല്ലാവരും തന്നെ നിലത്ത് വീണ് കിടക്കുന്ന പരിക്കേറ്റ ആനയുടെ ചുറ്റുമായി കൂടിയിട്ടുണ്ട്. ഇനി അവർ സ്വീകരിക്കുന്ന തുടർ നടപടികളായിരിക്കും എന്താണ് എന്നുള്ളത് അറിയേണ്ടത്. കാരണം അവർ വിചാരിച്ചതിന് വിരുദ്ധമായി ആന നിലത്തേക്ക് മറിഞ്ഞു വീണു എന്നുള്ളതാണ്. അത് കാട്ടാനയായ ഏഴാറ്റുമുഖം ഗണപതിയാണ് അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ DFO ലക്ഷ്മി മാധ്യമങ്ങളോടടക്കം പറഞ്ഞിരുന്നു, ഈ മസ്തകത്തിൽ പരിക്കേറ്റ ആന പലപ്പോഴും വന അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന സമയത്തൊക്കെ കാട്ടാനകളുടെ സാന്നിധ്യം ചുറ്റിനും ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മയക്കുവെടി വയ്ക്കുന്നതിൽ ചെറിയ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് DFO അന്ന് വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ലൊക്കേറ്റ് ചെയ്ത് മയക്കുവെടി വെക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങി മയക്കുവെടി വെച്ച ആ മാത്രയിൽ തന്നെ ഏഴാറ്റുമുഖവും ആ പരിക്കേറ്റ ആനയുടെ അടുത്തേക്ക് എത്തുന്നു. തുമ്പിക്കൈ കൊണ്ട് അതിനെ ഇങ്ങനെ ചുറ്റിപ്പുണഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ കരുതിയതിനും അപ്പോഴൊക്കെ ഈ വനപാലക സംഘം ഇങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്താണ് സാഹചര്യം എന്നത്. പക്ഷേ കരുതിയതിനും അപ്പുറം വളരെ പെട്ടെന്ന് നിലത്തേക്ക് തള്ളിയിടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത് ഒരല്പം പ്രതികൂല സാഹചര്യം സൃഷ്ടിച്ചു എന്ന് വേണം കരുതാൻ. തുടർന്നാണ് വനപാലക സംഘം വെടിയുതിർത്ത വെടിയൊച്ചയുടെ ശബ്ദത്തിൽ ഏഴാറ്റുമുഖം അവിടെ നിന്നും മാറിയത്. പക്ഷേ ഇനിയിപ്പോൾ അടുത്ത നടപടി എന്താണ് എന്നുള്ളതാണ്. കാരണം കുങ്കിയാനകളുടെ സഹായത്തോടെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റാം എന്നാണ് നിലവിൽ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലത്തേക്ക് വീണ് കിടക്കുന്ന പരിക്കേറ്റ ആനയെ എഴുന്നേൽപ്പിക്കുന്നതടക്കമുള്ള ദൗത്യം അങ്ങേയറ്റം ശ്രമകരമാണ് എന്നാണ് കരുതേണ്ടത്. ആനന്ദ്, അറിയാം പരിമിതികളുണ്ട് എന്നറിയാം. എന്നാലും ആനന്ദിനോട് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളോ വിവരങ്ങളോ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പങ്കുവയ്ക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ? എന്തായാലും അത്തരത്തിലുള്ള സാഹചര്യം നിലവിലില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് തന്നെ നമ്മളെ മാറ്റാനുള്ള ഒരു ശ്രമങ്ങളാണ് വനവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സംസാരിക്കുന്നത് പോലും, നമ്മൾ ഇത്തരത്തിൽ ഈ മൈക്കിൽ സംസാരിക്കുന്നത് പോലും ഈ വളരെ പ്രതികൂലമായിട്ട് ഈ ദൗത്യത്തെ ബാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും അല്പം മാറിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണത്തിന് DFO അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വനം ഉദ്യോഗസ്ഥർ തയ്യാറല്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഈ വീണ് കിടക്കുന്ന ആനയെ ഏതെങ്കിലും നിലയിൽ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യഘട്ട പ്രയോറിറ്റി നൽകുന്നത്. എന്തായാലും ആന ഇപ്പോഴും നിലത്ത് വീണ് കിടക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയുള്ളത്. 3 ആനകളും 3 കുങ്കിയാനകളും ഇപ്പോൾ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ വളഞ്ഞിട്ടുണ്ട്. സുരേന്ദ്രൻ, കുഞ്ചു,
വിക്രം, ഈ 3 ആനകളും ഈ സമീപത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്രി നേതൃത്വത്തിലുള്ള വലിയ ഒരു സംഘം, ഡോക്ടർമാരുടെ ഒരു സംഘം ആനയുടെ പ്രദേശത്തുണ്ട്. അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം RRT സംഘങ്ങളെല്ലാം ആനയുടെ തൊട്ട് സമീപത്ത് തന്നെയുണ്ട്. വെള്ളം കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ആന വീണ് കിടക്കുന്ന പ്രദേശത്തേക്ക് കെറ്റിലുകളാക്കി വെള്ളം നിരന്തരമായി കൊണ്ടുവന്നു കൊടുക്കുന്നു. ആനയ്ക്ക് വെള്ളം നൽകുന്നുണ്ട്. ആനയുടെ ദേഹത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ആനയെ മയക്കൂടി ഏറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ സമയത്ത് ആന ഇത്തരത്തിൽ വീണ് കിടക്കുന്നത് ഒരുപക്ഷെ അതിന് വളരെ ദോഷകരമായിട്ടുള്ള രീതിയിലേക്ക് പോകുമെന്നുള്ളൊരു സംശയം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നല്ല ശുഭവാർത്തകൾക്ക് തന്നെ നല്ലത് മാത്രം സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ജനം ടിവിയുടെ കണ്ണുകളിലൂടെ ജനങ്ങൾ കണ്ടത്. കാരണം ഈ ആന, ഈ ഏഴാറ്റുമുഖം എന്ന് പറയുന്ന ഈ കാട്ടാന ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ കൂടെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ അത് തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ട് ഈ ആനയെ പിടിച്ചെങ്കിലും പക്ഷേ ഒരിക്കലും ഈ ആനയെ, ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കുത്തിയിടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു കാഴ്ച, വളരെ പേടിപ്പെടുത്തുന്ന, വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടിയാണിത്. എന്തായാലും ഈ JCB അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ പരിസരത്തേക്ക് JCB കൊണ്ടുവരുന്നതാണ്. ഒരുപക്ഷെ ഈ JCB ഉപയോഗിച്ചുകൊണ്ട് ഈ ആനയെ ഉയർത്താനുള്ള ശ്രമമായിരിക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉദ്ദേശിക്കുന്നത്. ആനയെ എഴുന്നേൽപ്പിച്ച് നിർത്താതെ യാതൊരു കാരണവശാലും ഈ ലോറിയിലേക്ക് കയറ്റുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ JCB കൊണ്ടുവരുന്ന ഒരു കാഴ്ച, പ്രത്യേകിച്ച് ഈ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ആനയെ എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കാരണം വീണ് കിടക്കുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ JCBയുടെ സഹായം കൂടി തേടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ട പോലെ തന്നെ നിരവധി തവണ വെടിയുതിർക്കേണ്ട ഒരു സാഹചര്യം വനംവകുപ്പിനുണ്ടായി. ഏഴാറ്റുമുഖം ഗണപതിയെ കാട് കയറ്റാൻ ഒരു വേള ഈ നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തേക്ക് പോലും ഈ ഏഴാറ്റുമുഖം ഗണപതി അടുത്തിരുന്നു. പക്ഷേ ഈ നമ്മുടെ തൊട്ടടുത്ത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുള്ളതുകൊണ്ട് അവർ വെടിവെച്ചതുകൊണ്ട് മാത്രമാണ് ഈ ആന ഈ കാടിനകത്തേക്ക് കയറിപ്പോയത്. അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾക്കാണ്, വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കാണ് അല്പസമയം മുമ്പ് വരെ ഈ അതിരപ്പള്ളി കാഴ്ചക്കാരായി മാറിയത്. JCBക്ക് ഇപ്പോൾ ആ പ്രദേശത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല.